അൺഅക്കാഡമി കേരള PSC 10th ലെവൽ പ്രിലിമിനറി പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്ന നിങ്ങൾക്കായി ഒരുക്കുന്നു നേട്ടം എ 30-day ക്രാഷ് കോഴ്സ് ഫോർ 10th ലെവൽ പ്രിലിംസ്. 30 ദിവസത്തിലധികം നീണ്ടു നിൽക്കുന്ന ഈ ക്രാഷ് കോഴ്സിൽ പങ്കെടുക്കുന്നതിലൂടെ നിങ്ങൾക്ക് 10th ലെവൽ പ്രിലിമിനറി എക്സാമിൻ്റെ സിലബസിലെ മുഴുവൻ ടോപ്പിക്സും കവർ ചെയ്യാൻ കഴിയും. നിങ്ങളെ വിജയത്തിലെത്തിക്കാൻ അൺഅക്കാഡമിയുടെ ടോപ്പ് എഡ്യൂക്കേറ്റേഴ്സ് നേതൃത്വം നൽകുന്ന ഈ ബാച്ച് കോഴ്സിൽ നിങ്ങളെല്ലാവരും തന്നെ എൻറോൾ ചെയ്യൂ. ഓരോ സബ്ജക്ട്സും കൈകാര്യം ചെയ്യുന്ന എഡ്യൂക്കേറ്റേഴ്സിനെ നമുക്ക് പരിചയപ്പെടാം. നാച്ചുറൽ സയൻസ് ഷാഫി തോംസൺ, ഫിസിക്കൽ സയൻസ് ജാഫർ സാദിഖ്, ഫാക്ട്സ് അബൌട്ട് കേരള മുഹമ്മദ് റോഷൻ, കോൺസ്റ്റിറ്റ്യൂഷൻ ഹാജ മുഹമ്മദ്, ഫാക്ട്സ് അബൌട്ട് ഇന്ത്യ രാഹുൽ ചന്ദ്രൻ, കറണ്ട് അഫയേഴ്സ് സതീഷ് കുമാർ, മാത്സ് ഇസ്മായിൽ കാലടി. സോ ഗൈസ്, ഡോണ്ട് വേസ്റ്റ് യുവർ ടൈം. ഡിസംബർ 28 ആരംഭിക്കുന്ന ഈ ബാച്ച് കോഴ്സിൽ നിങ്ങളെല്ലാവരും തന്നെ ഇപ്പോൾ തന്നെ മറക്കാതെ എൻറോൾ ചെയ്യൂ. ഈ ഇൻഫർമേഷൻ നിങ്ങളുടെ ഫ്രണ്ട്സിന് പാസ് ചെയ്യൂ. ലെറ്റ്സ് ക്രാക്ക് ഇറ്റ്. കുട്ടികൾക്ക് തയ്യാറെടുക്കുന്ന എന്റെ എല്ലാ കൂട്ടുകാർക്കും അൺഅക്കാദമിയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഞാൻ ആസിഫ് തുളുവത്ത്. മെമ്മറി കോഡ് എന്ന് പറയുന്ന നമ്മുടെ ഈ ഒരു കോഴ്സിൽ ക്ലോക്കുമായി റിലേറ്റ് ചെയ്തിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ചോദ്യമാണ് മിനിറ്റ് സൂചിയും മണിക്കൂർ സൂചിയും തമ്മിലുള്ള കോണളവ് കാണേണ്ട ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ. അപ്പോൾ അത്തരത്തിലുള്ള ചോദ്യങ്ങൾ എങ്ങനെയാണ് എളുപ്പത്തിൽ സോൾവ് ചെയ്യാൻ സാധിക്കുക എന്നുള്ളതാണ് കഴിഞ്ഞ ലെസണിൽ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തത്. ആരെങ്കിലും ആ ഒരു വീഡിയോ കാണാത്തതായിട്ടുണ്ടെങ്കിൽ ആദ്യം അത് കണ്ടതിന് ശേഷം ഇത് തിരിച്ചു വരുന്നതായിരിക്കും കൂടുതൽ നല്ലതെന്ന് കൂട്ടുകാരോട് ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. ഈ ഒരു ലെസണിലും അതുമായി ബന്ധപ്പെട്ട കൂടുതൽ ചോദ്യങ്ങൾ, കൂടുതൽ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് എങ്ങനെയാണ് നമുക്കൊരു മെമ്മറി ട്രിക്ക് ഉപയോഗിച്ചുകൊണ്ട് ചെയ്യാൻ സാധിക്കുക എന്നുള്ളതാണ് എക്സ്പ്ലെയിൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. സ്ക്രീനിൽ കാണാം, വാട്ട് ഈസ് ദി ആംഗിൾ ബിറ്റ്വീൻ ദ മിനിറ്റ് ഹാൻഡ് ആൻഡ് ഹവർ ഹാൻഡ് ഓഫ് 8:48. ഓക്കെ, 8:48 എന്ന് പറയുന്ന സമയം 8:48 ഇടയിലുള്ള മണിക്കൂർ സൂചിയും മിനിറ്റ് സൂചിയും ഇടയിലുള്ള, മിനിറ്റ് സൂചിക്കും മണിക്കൂർ സൂചിക്കും ഇടയിലുള്ള കോണളവ് എത്രയാന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, ഇത്തരത്തിലുള്ള ഒരു ചോദ്യം കിട്ടിയാൽ ഇക്വേഷൻ അറിയുന്നവർക്ക് എളുപ്പത്തിൽ ചെയ്യാൻ സാധിക്കും. ഒരു 2 മിനിറ്റ് അല്ലെങ്കിൽ 3 മിനിറ്റ് സമയം ചെലവാക്കുകയാണെങ്കിൽ മിനിമം ഒരു മിനിറ്റെങ്കിലും അതിന് നിങ്ങൾക്ക് ചെലവായി പോകും. പക്ഷെ ഞാനിവിടെ ഉപയോഗിക്കാൻ പോകുന്ന ഒരു ട്രിക്ക് നിങ്ങളുടെ മനസ്സിലേക്ക് നിങ്ങൾ എടുക്കുകയാണെങ്കിൽ വിത്തിൻ സെക്കൻഡ്സ് കൊണ്ട് തന്നെ, 2 സെക്കൻഡ് കൊണ്ട് തന്നെ നിങ്ങൾ ആ ഓപ്ഷൻസ് അവിടെ കറുപ്പിച്ച് തീർന്നിരിക്കും എന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് ഗ്യാരണ്ടി പറയുകയാണ്. വാട്ട് ഈസ് ആംഗിൾ ബിറ്റ്വീൻ മിനിറ്റ് ഹാൻഡ് ആൻഡ് അവർ ഹാൻഡ് ബിറ്റ്വീൻ 8:45 എന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത്. നോർമൽ കേസിൽ നമ്മൾ എങ്ങനെ ചെയ്യും? 8 × 30 അല്ലെ, അതായത് മണിക്കൂർ ഇൻറ്റു 30 മൈനസ് മിനിറ്റ് ഇൻറ്റു 11/2 എന്ന് പറയുന്ന ഒരു ഇക്വേഷൻ ഉണ്ട്. ആ ഇക്വേഷൻ ഉപയോഗിച്ച് നോർമൽ കേസിൽ നമ്മൾ ചെയ്യാറുണ്ട്. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ 8 × 30 240 നിന്ന് കിട്ടും. 48 × 11/2, 2 ഇവിടെയും കട്ട് ചെയ്ത് കളഞ്ഞാൽ 24 × 11 ചെയ്താൽ 264. 240 മൈനസ് 264 എന്ന് പറയുന്നത് 24 ആണ്. ആംഗിൾ എന്ന് പറയുന്നത് ഒരിക്കലും നെഗറ്റീവ് വരില്ല, അതുകൊണ്ട് 24 ആണ് ആൻസർ എന്ന് പറയുന്നത്. ആ ഇക്വേഷൻ പ്രകാരം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? എഴുതാൻ വേണ്ടി പറ്റും. ഈ ഇക്വേഷൻ എല്ലാ കേസിലും അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ്. ഞാനിവിടെ പറയാൻ പോകുന്ന ട്രിക്കുകൾ ചില പർട്ടിക്കുലർ കേസിൽ മാത്രമാണ് ഈ ഇക്വേഷൻ പഠിച്ചു വെച്ചാലും അത് ഉപയോഗപ്പെടും. പക്ഷെ ഞാനിവിടെ പറയാൻ പോകുന്ന സ്പെഷ്യലൈസ്ഡ് ക്വസ്റ്റ്യൻസിന് നിങ്ങൾക്ക് ഇതുപോലുള്ള ഇക്വേഷൻ ഉപയോഗിച്ചുകൊണ്ട് സമയം കളയേണ്ടതില്ല. വളരെ സിമ്പിൾ ആണ്. നമ്മൾ 1:5 ആണെങ്കിൽ എന്താ ചെയ്തിരുന്നത്? 1:5 ആണ് ചെയ്തിരുന്നെങ്കിൽ ഇവിടെ നോക്ക്, 8:48 ആണ് അല്ലെ. 8:48 എന്ന് പറയുന്നത് അത് തമ്മിലുള്ള അംശബന്ധം എത്രയാ? 1:6 എന്ന് എഴുതാലോ, ശരിയല്ലേ? 8:48, 6 ആണ് 48. അപ്പോ 1:6 എന്ന് പറയുന്ന അംശബന്ധത്തിലാണ് മിനിറ്റ് സൂചിയും അവർ സൂചിയും കിടക്കുന്നതെങ്കിൽ അതിൽ അവ തമ്മിലുള്ള ആംഗിൾ കാണാൻ മിനിറ്റ് ഡിവൈഡഡ് ബൈ 2 ചെയ്താൽ മതി. നേരത്തെ കേസിൽ ചെയ്ത അതേപോലെ തന്നെ 1:5 ചെയ്ത അതേപോലെ തന്നെ എന്ത് ചെയ്താൽ മതി? മിനിറ്റ് സൂചിയുടെ 48നെ 2 കൊണ്ട് ഹരിച്ചാൽ 24. നമ്മളിവിടെ നേരത്തെ ചെയ്തപ്പോൾ കിട്ടിയ ഉത്തരം എന്ത് തന്നെയാണ്? 24 തന്നെയാണ്. വളരെ സിമ്പിൾ അല്ലേ? അപ്പൊ ചോദ്യത്തിലുള്ള മിനിറ്റ് സൂചിയും മണിക്കൂർ സൂചിയും നോക്കിയിട്ട് അത് 1:5 എന്ന് പറയുന്ന അംശബന്ധത്തിലാണെങ്കിലും 1:6 എന്ന് പറയുന്ന അംശബന്ധത്തിലാണെങ്കിലും മിനിറ്റ് സൂചി ഡിവൈഡഡ് ബൈ 2 ചെയ്താൽ, മിനിറ്റ് സൂചി ഏതിനെയാണോ റെപ്രസെന്റ് ചെയ്യുന്നത് ഡിവൈഡഡ് ബൈ 2 ചെയ്താൽ നമ്മുടെ ഉത്തരത്തിലേക്ക് വളരെ സിമ്പിൾ ആയിട്ട് എത്താൻ സാധിക്കും എന്നുള്ളത് ഒരിക്കൽ കൂടി നമ്മൾ പറയുകയാണ്. 1:5 ആണെങ്കിലും 1:6 ആണെങ്കിലും എന്ത് ചെയ്താൽ മതി? മിനിറ്റ് സൂചി ഡിവൈഡഡ് ബൈ 2 ചെയ്താൽ മതി. ഓക്കെ, ഒരു ക്ലാരിഫിക്കേഷന് വേണ്ടി ഒരു ചോദ്യം കൂടി കൂടുതലായിട്ട് ആഡ് ചെയ്തിരിക്കുന്നു. വാട്ട് ഈസ് ദി ആംഗിൾ ബിറ്റ്വീൻ മിനിറ്റ് ഹാൻഡ് ആൻഡ് അവർ ഹാൻഡ് ഓഫ്
3:18 3:18 3 മണി കഴിഞ്ഞ് 18 മിനിറ്റ് ആയി എന്ന് പറയുന്ന ക്ലോക്കിലെ റെപ്രസെന്റേഷൻ. അപ്പൊ 3ന്റെയും 3:18 ഇടയിൽ മിനിറ്റ് സൂചിയുടെയും മണിക്കൂർ സൂചിയുടെയും ഇടയിലുള്ള കോണളവ് ചോദിച്ചാൽ ഇക്വേഷൻ പ്രകാരം നമുക്ക് എങ്ങനെ എഴുതാം? 3 × 30 - 18 × 11/2 കട്ട് ചെയ്ത് കഴിഞ്ഞാൽ 9 അല്ലെ? 9 × 11 99, 3 × 30 എന്ന് പറയുന്നത് 90, 90 - 99 9 ഡിഗ്രി എന്ന് കിട്ടും. ഓക്കെ, 9 ഡിഗ്രി എന്ന് കിട്ടുമല്ലോ. ഓക്കെ, മിനിറ്റ് സൂചി എത്രയിലാണ് റെപ്രസെന്റ് ചെയ്യുന്നത്? 18ന്റെ പകുതി കാണാനാണല്ലോ നമ്മൾ ഇക്വേഷൻ പ്രകാരം പഠിച്ചത്. മിനിറ്റ് ഡിവൈഡ് ബൈ 2 ചെയ്താൽ പോരെ? ഓക്കെ, അപ്പൊ 18നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ ആൻസർ എത്രയാണ്? 9. സെയിം ആൻസർ തന്നെ ആയിരിക്കും. ഇത് രണ്ടിലും ചെയ്യണമെന്നല്ല കേട്ടോ ഞാൻ പറഞ്ഞു വരുന്നത്. ഇതാണ് കോമൺ ആയിട്ടുള്ള ഇക്വേഷൻ. പക്ഷെ 1:5 1:6 ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? മിനിറ്റ് സൂചി ഡിവൈഡഡ് ബൈ 2 ചെയ്താൽ ആംഗിൾ വളരെ എളുപ്പത്തിൽ ചെയ്യാൻ വേണ്ടി സാധിക്കും. ആ ഒരു ട്രിക്കാണ് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് സമർപ്പിക്കുന്നത്. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. എത്ര ചോദ്യങ്ങൾ ഈ 1:6 എന്ന് പറയുന്ന ആംഗിൾ 1:6 എന്ന് പറയുന്ന റെപ്രസെന്റേഷൻ ആണ് മിനിറ്റ് സൂചിയും മണിക്കൂർ സൂചിയും എങ്കിൽ ഈ ഒരു മെത്തേഡ് ഉപയോഗിച്ച് നിങ്ങൾക്ക് ഏത് ചോദ്യം ചെയ്താലും ആൻസർ ശരിയായിട്ട് കിട്ടുന്നതാണ്. ഈ ഒരു ട്രിക്ക് ഉപയോഗിച്ചിരുന്നാൽ മതി. 1:6 ആണെങ്കിൽ മിനിറ്റ് സൂചി ഡിവൈഡഡ് ബൈ 2 ചെയ്താൽ മതി, ഉത്തരത്തിലേക്ക് എത്താം. 1:5 ആണെങ്കിലും 1:6 ആണെങ്കിലും സെയിം റെപ്രസെന്റേഷൻ ആണ് ഇപ്പോൾ ഞാൻ പറഞ്ഞത്. ഓക്കെ, ഇനി അടുത്തത് വേറെ വ്യത്യസ്തമായിട്ടുള്ള ഒരു ചോദ്യമാണ്. വാട്ട് ഈസ് എ ആംഗിൾ ബിറ്റ്വീൻ മിനിറ്റ് ഹാൻഡ് ആൻഡ് അവർ ഹാൻഡ് ഓഫ് 6:24? 6:24 ആണ്. 6:24 ആണ്. അപ്പൊ ഇക്വേഷൻ പ്രകാരം നമുക്കറിയാം അല്ലെ? അവർ × 30 മൈനസ് മിനിറ്റ് × 11/2 അല്ലെ? 6 ആണ് മണിക്കൂർ സൂചി. 6 × 30 മൈനസ് 24 × 11/2 എന്ന് ചെയ്താൽ മതി. അപ്പൊ 2നെ 24 കൊണ്ട് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ 12 12 × 11 പറയുന്നത് 132 കിട്ടും. 6 × 30 എന്ന് പറയുന്നത് 180 കിട്ടും. അപ്പൊ 180 മൈനസ് 132 ചെയ്താൽ 48 കിട്ടും. ഈ ഒരു മെത്തേഡ് അവിടെ ഉണ്ട്. പക്ഷെ എന്താണ്, ഒരു മിനിറ്റ് മിനിമം നിങ്ങൾക്ക് അതിന് ചെലവായി പോകും. ഓക്കെ, ഒന്നിൽ കൂടുതലും ചിലപ്പോൾ എടുക്കുന്നവരുണ്ട്. ചിലരുടെ ലോജിക്ക് അനുസരിച്ച് ഒന്നിൽ കൂടുതൽ മിനിറ്റും അതിന് ചെലവായി പോകും. ഓക്കെ, ഇനി ഞാൻ ഇവിടെ പറയാൻ പോകുന്നത് അനദർ മെത്തേഡ് ആണ്. 6:24 അതിനെ ഒന്ന് ചെറുതാക്കിയാൽ 6:24 ആണല്ലോ, അതിനൊന്ന് ചെറുതാക്കിയാൽ നമുക്ക് 1:4 എന്ന് എഴുതിക്കൂടെ? 6 × 4 ആണല്ലോ 24 എന്ന് പറയുന്നത്. അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? 1:4 എന്ന് എഴുതാം അല്ലെ? 1:4 ആണെങ്കിൽ ചെറിയൊരു വ്യത്യാസം. 1:5 ആണെങ്കിലും 1:6 ആണെങ്കിലും മിനിറ്റ് ഡിവൈഡഡ് ബൈ 2 ആണ് നമ്മൾ ചെയ്തത് അല്ലെ? 1:4 ആണെങ്കിൽ മിനിറ്റ് × 2 ചെയ്താൽ മതി. ക്ലിയർ ആണോ? മിനിറ്റ് × 2 ചെയ്താൽ എത്ര കിട്ടും? 24 ആണ്. ഇവിടെ മിനിറ്റ് സൂചി 24 ആണ് അല്ലെ? 24 × 2 ചെയ്താൽ 48. അത് തന്നെയാണ് നമ്മൾ വളരെയധികം ബുദ്ധിമുട്ട് കഷ്ടപ്പെട്ട് ഇക്വേഷൻ ഉപയോഗിച്ച് ചെയ്യുമ്പോഴും നമുക്ക് എന്ത് തന്നെയാണ് കിട്ടിയത്? 48 തന്നെയാണ് കിട്ടിയത്. 1:4 എന്ന് പറയുന്ന അംശബന്ധമാണെങ്കിൽ എന്ത് ചെയ്താൽ മതി? മിനിറ്റ് സൂചി × 2 ചെയ്താൽ മതി. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ചോദ്യം ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഒരു ചോദ്യം കൂടി നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം. വാട്ട് ഈസ് ദി ആംഗിൾ ബിറ്റ്വീൻ മിനിറ്റ് ഹാൻഡ് ആൻഡ് അവർ ഹാൻഡ് ഓഫ് 10:40 10:40? ഓക്കെ, 1:4 എന്ന് പറയുന്ന അംശബന്ധത്തിലാണ് അല്ലെ? ഡയറക്റ്റ് ആയിട്ട് നമുക്ക് ആ മെത്തേഡിലേക്ക് പോകാം. 1:4 ആണെങ്കിൽ എന്താണ്? 1:4 40 എന്നുള്ളതാണ് മിനിറ്റ് സൂചി. × 2 ചെയ്താൽ മതി. എത്ര ആൻസർ കിട്ടും? 80 കിട്ടും. ഒരു കൺഫർമേഷന് വേണ്ടിയിട്ട് ഇത് ചെയ്ത് നോക്കിയാലും എത്ര തന്നെയാണ് നമുക്ക് ആൻസറിലേക്ക് എത്താൻ സാധിക്കുക? 80 തന്നെയാണ് ഇവിടെയും ആൻസർ കിട്ടുക. അപ്പൊ ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഓക്കെ, ഇത്തരത്തിലുള്ള ഒരുപാട് ചോദ്യങ്ങൾ PSC ചോദിക്കാറുണ്ട്. ഈ ട്രിക്ക് ഉപയോഗിച്ചുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാം? വളരെയധികം എളുപ്പത്തിൽ ആൻസറിലേക്ക് എത്താൻ വേണ്ടി സാധിക്കും. ഞാനൊന്ന് കൺക്ലൂഡ് ചെയ്യുകയാണ്. 1:5 ആണെങ്കിലും 1:6 ആണെങ്കിലും ഏത് ചോദ്യത്തിൽ തന്നിട്ടുള്ള മിനിറ്റ് സൂചിയും മണിക്കൂർ സൂചിയും റെപ്രസെന്റ് ചെയ്യുന്നത് 1:5 അല്ലെങ്കിൽ 1:6 എന്ന് പറയുന്ന അംശബന്ധത്തിലാണെങ്കിൽ എന്ത് ചെയ്താൽ മതി? മിനിറ്റ് സൂചി ഡിവൈഡഡ് ബൈ 2 ചെയ്താൽ ആംഗിൾ നമുക്ക് കിട്ടും. ഓക്കെ, ഇനി 1:4 എന്ന് പറയുന്ന അംശബന്ധത്തിലാണെങ്കിലോ മിനിറ്റ് സൂചി × 2 ചെയ്താൽ മതി. എന്തിലേക്ക് നമുക്ക് എത്താം? ആൻസറിലേക്ക് വളരെ എളുപ്പത്തിൽ എത്താൻ വേണ്ടി സാധിക്കും. ഓക്കെ, ഇനി ബാക്കിയുള്ളതാണെങ്കിലോ എന്ന് പറയുന്ന ഒരു ചോദ്യം ഇവിടെ റൈസ് ചെയ്യാം അല്ലെ? ബാക്കിയുള്ളതാണെങ്കിൽ എന്റെ ഒരു ഒപ്പീനിയൻ ബാക്കിയുള്ളതിനൊക്കെ നമുക്ക് എന്ത് ചെയ്യാം? ഇത്തരത്തിൽ മിനിറ്റ് × 2 മിനിറ്റ് ഡിവൈഡഡ് ബൈ 2 എന്ന് പറഞ്ഞ പോലെ ചെറിയ രീതിയിലുള്ള ഒരു ഇക്വേഷൻ ക്രിയേറ്റ് ചെയ്തുകൊണ്ടും നമുക്ക് ചെയ്യാം. പക്ഷെ എല്ലാത്തിനും അങ്ങനെ ഇക്വേഷൻസ് ഉണ്ട്, പഠിക്കാനുണ്ട്. പക്ഷെ അതെല്ലാം പഠിക്കുന്നതിനേക്കാളും നല്ലത് ഏതാണ്? ഈ പറയുന്ന ഇക്വേഷൻ ഉപയോഗിക്കുന്നതാണ്. പക്ഷെ 1:5 1:6 1:4 ഇതാണ് കൂടുതലും ചോദിക്കാറുള്ളത്. അതിന് നമുക്ക് എന്തുമാത്രം പഠിച്ചു വെച്ചാൽ മതി? 1:5 ആണെങ്കിലും 1:6 ആണെങ്കിലും മിനിറ്റ് ഡിവൈഡ് ബൈ 2, 1:4 ആണെങ്കിൽ മിനിറ്റ് × 2 എന്ന് പറയുന്ന ഇക്വേഷൻ പഠിച്ചു വെച്ചാൽ മതി. ഈ ഒരു ഇക്വേഷനും മനസ്സിലുണ്ടെങ്കിൽ ആംഗിൾ എന്ന് പറയുന്ന ചോദ്യത്തിൽ നിന്ന് ഒരു ക്വസ്റ്റ്യൻ
ക്വസ്റ്റ്യനും നമുക്ക് നഷ്ടപ്പെട്ടു പോകില്ല. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപയോഗപ്പെട്ടെങ്കിൽ തീർച്ചയായും നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് എത്തിക്കുക. ഈ ഒരു പ്രൊഫൈൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ, ഈ പ്രൊഫൈലിൽ വരുന്ന വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായും ഈ ഒരു പ്രൊഫൈൽ നിങ്ങൾ ഫോളോ ചെയ്യാൻ മറക്കരുത്. ഈ കോഴ്സ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നല്ലൊരു റേറ്റിംഗും റിവ്യൂ നൽകുക. അപ്പോൾ തുടർന്നും ഇതുവരെ സപ്പോർട്ട് ചെയ്ത പോലെ തുടർന്നും സപ്പോർട്ട് ഉണ്ടെങ്കിൽ ഇതുപോലുള്ള പുതിയ പുതിയ ലെസനുകൾ തീർച്ചയായും ഉടൻ തന്നെ ഓരോരോ കോഴ്സുകളായിട്ട് ആഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ സപ്പോർട്ടുകൾ നൽകിക്കൊണ്ടിരിക്കുന്ന എല്ലാവർക്കും ഹൃദയത്തിൽ നിന്നുള്ള നന്ദി രേഖപ്പെടുത്തുന്നതോടൊപ്പം അടുത്ത ലെസണിൽ കൂടുതൽ ടോപ്പിക്കുകളുമായിട്ട് കണ്ടുമുട്ടും വരേക്കും എല്ലാവർക്കും ഹൃദയത്തിൽ നിന്നുള്ള വീണ്ടും ഹൃദയത്തിൽ നിന്നുള്ള നന്ദി, നമസ്കാരം. താങ്ക് യു.